രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷത്തിലേക്ക് എൻ.ഡി.എ. ഇനി ഒരു ശക്തിക്ക് പോലും എൻ.ഡി.എ സർക്കാരിനെ തടുക്കാൻ കഴിയില്ല. ഭരണഘടനാ ഭേദഗതി ലക്ഷ്യത്തിലേക്ക് നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കാൻ ആവശ്യമായ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇപ്പോൾ രാജ്യസഭയിലെ കണക്കുകൾ ഭരണകക്ഷിയായ എൻ.ഡി.എക്ക് അനുകൂലമായിരിക്കുകയാണ്. നിലവിൽ രാജ്യസഭയിൽ എൻ.ഡി.എക്ക് 148 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. അതേപോലെ ജാർഖണ്ഡിലും മിസോറാമിലും നടക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിലൂടെ 3 സീറ്റുകൾ കൂടി നേടാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഭരണപക്ഷത്തിനുള്ളത്. അതേസമയം അങ്ങനെ സംഭവിച്ചാൽ രാജ്യസഭയിലെ എൻ.ഡി.എ അംഗസംഖ്യ 151 തന്നെ ഉയരും. ഇതോടുകൂടി തന്നെ 2/3 ഭൂരിപക്ഷത്തിന് കൂടുതൽ അടുത്തേക്ക് എത്താൻ ഭരണപക്ഷത്തിന് സാധിക്കുകയും ചെയ്യും. ഇതോടുകൂടി തന്നെ ഇനിയൊരു ലോകശക്തിക്ക് പോലും എൻ.ഡി.എ സർക്കാരിനെ തടുക്കാൻ കഴിയില്ല എന്നതാണ് ഇവിടെ അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. മോദിയുടെ ഭരണത്തിന് കീഴിൽ എൻ.ഡി.എ ആകട്ടെ കൂടുതൽ കരുത്താർജിച്ച് മാറുകയാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇന്ത്യ സഖ്യമാകട്ടെ പൂർണ്ണമായും ശോഷിച്ചു വരികയാണ് എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ എന്നതും അതിനെ അസാധ്യമാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ലോക്സഭയിലെ സ്ഥിതി രാജ്യസഭയിലേതുപോലെ തന്നെ അനുകൂലമല്ല. ആവശ്യമായ 3/2 ഭൂരിപക്ഷം നേടാൻ എൻ.ഡി.എക്ക് ഇനിയും ഒരു ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നതകളും രാഷ്ട്രീയ നീക്കങ്ങളും ഭരണപക്ഷത്തിന് സഹായമാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടെങ്കിൽ പോലും ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതികൾ പാസ്സായാൽ അവിടെ വേണ്ട ആ ഒരു മാന്ത്രിക സഖ്യം ഇപ്പോഴും അകലെയാണ് എന്നതായിരുന്നു നിരീക്ഷകർ വെളിപ്പെടുത്തിയത്. ഭരണഘടനാ ഭേദഗതികളുമായി തന്നെ ബന്ധപ്പെട്ട ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾക്കും പാർലമെന്റിലെ ശക്തി സമവാക്യങ്ങൾക്കും ഈ കണക്കുകൾ വലിയ പ്രാധാന്യമുള്ളതായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ലക്ഷ്യങ്ങളിൽ നിന്ന് 9 അംഗങ്ങൾ മാത്രം അകലെയാണ് എൻ.ഡി.എ തൃണമൂലിൽ നിന്ന് കൂടുതൽ രാജ്യസഭാ അംഗങ്ങൾ രാജിവെക്കാൻ സാധ്യതയുണ്ട് എന്നും അങ്ങനെ സംഭവിച്ചാൽ 163 എന്ന നിർണായക സഖ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് ഭരണകക്ഷിയുടെ പ്രതീക്ഷ. രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കിയാൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വലിയ നേട്ടമുണ്ടാകും. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ ശക്തിയും രാജ്യസഭയിൽ കുറഞ്ഞു വരികയാണ്. അതേപോലെ തന്നെ DMKയും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിൽ നിന്ന് അകന്നതോട് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ എണ്ണം 64 തന്നെ കുറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തൃണമൂലിൽ നിന്ന് കൂടുതൽ രാജ്യസഭാ അംഗങ്ങൾ രാജിവെക്കാൻ സാധ്യതയുണ്ട് എന്നും അങ്ങനെ സംഭവിച്ചാൽ 163 എന്ന നിർണായക സഖ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നതായി തന്നെ സൂചനകൾ പുറത്തുവരുന്നത്. രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കിയാൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വലിയ നേട്ടമുണ്ടാകും. നവംബറിൽ ഉത്തർപ്രദേശിൽ നിന്ന് 10 രാജ്യസഭാ അംഗങ്ങൾ വിരമിക്കുകയും സംസ്ഥാന നിയമസഭയിൽ ശക്തി വർദ്ധിപ്പിച്ച സമാജ്വാദി പാർട്ടിക്ക് പുതിയ അംഗങ്ങളെ രാജ്യസഭയിലേക്ക് അയക്കുവാനും സാധിച്ചാൽ എൻ.ഡി.എയുടെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ശക്തിയും രാജ്യസഭയിൽ കുറഞ്ഞു വരുന്നു. അതായത് DMKയും ആം ആദ്മി പാർട്ടിയും എല്ലാം തന്നെ ഈ സഖ്യത്തിൽ നിന്ന് അകന്നതോടുകൂടി തന്നെ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ എണ്ണം കുത്തനെ തന്നെ കുറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം YSR കോൺഗ്രസിനും അതുപോലെ തന്നെ ബിജു ജനതാദളിനും നിർണായക സ്വാധീനം ഇവിടെ കൽപ്പിക്കപ്പെടുന്നുണ്ട്. യഥാക്രമം 7ഉം 6ഉം അംഗങ്ങളുള്ള ഈ പാർട്ടികളിൽ അവിടെ വിഷയാടിസ്ഥാനത്തിൽ ഏത് പക്ഷത്തു നിന്നും അവിടെ പിന്തുണയ്ക്കാൻ അതായത് ഇത്തരത്തിൽ സാധ്യതയുണ്ട് എന്നതാണ് അവിടെ പറയപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.